നാളെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുകയാണ്. കോൺഗ്രസ് നിരീക്ഷകർ എത്തിക്കഴിഞ്ഞു. നിയമസഭാ കക്ഷി യോഗത്തിൻ്റെ ഒരു പൊതുവികാരം ഈ നിരീക്ഷകർ മനസ്സിലാക്കും, അല്ലെങ്കിൽ അതായിരിക്കും അവരുടെ റിപ്പോർട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറാൻ പോകുന്നത്. CLPയിലെ പൊതുവികാരം വളരെ നിർണായകമാണ് ആര് മുഖ്യമന്ത്രിയാവണം എന്ന കാര്യത്തിൽ. പക്ഷേ വി സതീശൻ ക്യാമ്പ് പറയുന്നത് ഈ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണണം എന്നാണ്. ഈ കൂട്ടത്തോടെ എല്ലാവരുടെയും ഒരു പൊതുവികാരം കൈ ഉയർത്തുന്നത് വന്നാൽ KC അടിച്ചുകൊണ്ടു പോകും എന്ന് വി സതീശൻ കരുതുകയാണോ? അതുപോലെ ദീപാദാസ് മുൻഷി ഈ കൂടിക്കാഴ്ചകളിൽ ഉണ്ടാവാൻ പാടില്ല എന്നും സതീശൻ പക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ദീപാദാസ് മുൻഷി പറയുന്നതനുസരിച്ചായിരിക്കും ആളുകളെ കാണുന്നത് എന്ന് തന്നെ ഈ നിരീക്ഷകർ പറയുന്നുമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ രാത്രി നാളെ രാവിലെ എന്നത് ഇപ്പോഴത്തെ ഈ മത്സരപ്പാച്ചിലെ വളരെ നിർണായകമായ സമയങ്ങളാണോ മൂവരെയും സംബന്ധിച്ച്? ശരത്, എനിക്ക് തോന്നുന്നത് നാളത്തെ ദിവസം നിർണായകമാണെങ്കിൽ തന്നെയും ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിപ്പോൾ ഇതാരാവണമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ധാരണ വന്നിട്ടുണ്ട് എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില സൂചനകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം വി സതീശന് അനുകൂലമാണ്. എന്നാൽ അതേസമയം തന്നെ പാർലമെൻ്ററി പാർട്ടി എന്ന നിലയ്ക്ക് MLA-മാരുടെ പിന്തുണ സാങ്കേതികമായി പറഞ്ഞാൽ KC വേണുഗോപാലിന് അനുകൂലവുമാണ്. എന്നാൽ പൊതുസമൂഹത്തിലെ കോൺഗ്രസ് താല്പര്യമുള്ളവരുടെ ആഗ്രഹം വി സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് തന്നെയാണ്. ഇന്ന് തന്നെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് ഫലത്തിന് നന്ദി അറിയിച്ചുകൊണ്ടിട്ട പോസ്റ്റിന് പ്രതികരണമായി വന്ന ആയിരക്കണക്കിന് പ്രതികരണങ്ങൾ വി സതീശന് വേണ്ടിയാണ്. വി സതീശൻ കേരളത്തെ നയിക്കും, പടനായകൻ ഇനി കേരളത്തെ നയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആയിരക്കണക്കിന് പോസ്റ്റുകളുണ്ടായിരുന്നു. ഇതുമാത്രമല്ല, പൊതുവെ ഘടകകക്ഷികൾ പോലും, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ അവരുടെ അഭിപ്രായം ചോദിച്ചാൽ തീർച്ചയായിട്ടും വി സതീശന് വേണ്ടി നിലപാടെടുക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. അത്തരം സൂചനകൾ സാദിഖ് അലി തങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. മറ്റ് ചെറുകക്ഷികളും, ഇപ്പോൾ RSP ആയാലും CMP ആയാലും അനൂപ് ജേക്കബിൻ്റെ പാർട്ടി ആയാലും അവരൊക്കെ തന്നെ വി സതീശന് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇത്തരം ഒരു വികാരത്തെ മറികടന്നുകൊണ്ട് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് തോന്നുന്നില്ല. ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ MLA-മാരുടെ വ്യക്തിഗത അഭിപ്രായങ്ങൾ ചോദിച്ചാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭാഗമായ KC വേണുഗോപാലിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു MLA-യും അങ്ങനെ സംസാരിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കണക്കെടുക്കുമ്പോൾ ഒരു 40-ലധികം MLA-മാർ ആ തരത്തിൽ KC വേണുഗോപാലിനൊപ്പവും, നമ്പർ എടുത്തു കഴിഞ്ഞാൽ 3-4 പേർ മാത്രമേ സാങ്കേതികമായിട്ട് വി സതീശന് വേണ്ടി പരസ്യമായിട്ട് രംഗത്തുള്ളൂ. അതുകൊണ്ട് സതീശൻ്റെ സാധ്യതകൾ തീരുന്നില്ല. ടീം UDF എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തെ യാഥാർത്ഥ്യമാക്കിയ ഘടകകക്ഷികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾക്ക് തക്ക പ്രതിഫലം ലഭിക്കണമെന്നാണ് ലീഗിനെ പോലെയുള്ള പ്രബലമായ ഘടകകക്ഷികൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന് വിരുദ്ധമായ നിലപാടുണ്ടാകും എന്ന് കരുതുന്നില്ല. പക്ഷേ എബ്രഹാം മാത്യു, അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ പരമ്പരാഗതമായ AI ഗ്രൂപ്പ് സംവിധാനത്തെ പൊളിച്ച് അതിനപ്പുറത്തേക്ക് ഉമ്മൻചാണ്ടിക്കും ചെന്നിത്തലയ്ക്കും അപ്പുറത്തേക്ക് കോൺഗ്രസ് സംവിധാനത്തെ കൊണ്ടുപോയി അവിടെ ഒരു പുതിയ ലീഡർഷിപ്പിനെ കൊണ്ടുവന്ന് അതിലൂടെ വി സതീശനെ പ്രതിപക്ഷ നേതാവാക്കി, യഥാർത്ഥത്തിൽ അവിടെ നിന്ന് തുടങ്ങുന്നതാണല്ലോ ഈ കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ആ മൂവ്മെൻറ്റ്. അങ്ങനെ ആ മൂവ്മെൻറ്റിനെ ആ പറഞ്ഞ നിലയിൽ എത്തിച്ചതിൽ KC വേണുഗോപാലിൻ്റേതല്ലേ നേതൃത്വം? KC വേണുഗോപാലാണ് വി സതീശനെ ഇവിടെ എത്തിച്ചത്, പ്രതിപക്ഷ നേതാവാക്കിയത്, അതിലൂടെ തുടങ്ങിയൊരു മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും KCയുടെ റോളും ഷെയറും കോൺട്രിബ്യൂഷനും തള്ളിക്കളയാമോ? അത് ഈ തെരഞ്ഞെടുപ്പിലും കണ്ടതല്ലേ? KC വേണുഗോപാലിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ യോഗ്യതയെക്കുറിച്ചോ ഒരു ഡിസ്പ്യൂട്ട് ഈ സതീശനെ അനുകൂലിക്കുന്നവർക്ക് പോലും ഇല്ല. കാരണം അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു, ഇതിൻ്റെ സാമ്പത്തിക വശങ്ങളൊക്കെ കൈകാര്യം ചെയ്ത അദ്ദേഹമാണ്. റിബൽ ശല്യം, ഈ പഴയതിന് വിരുദ്ധമായിട്ട് അത്തരം ശല്യം തവണ കുറവായിരുന്നു കോൺഗ്രസ്സിൽ. അത്തരം റിബലുകളെയൊക്കെ കൈകാര്യം ചെയ്തതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ബുദ്ധികേന്ദ്രം തീർച്ചയായിട്ടും KC വേണുഗോപാലായിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു സേ ഉണ്ട്. കാരണം ഇത്തരം വിമത ശബ്ദത്തെ അടിച്ചൊതുക്കാനുള്ള കരുത്ത് അദ്ദേഹം ദേശീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം ചെറുതല്ല, അതിനെ ചെറുതായി കാണേണ്ട കാര്യവുമില്ല. പക്ഷേ യാഥാർത്ഥ്യം ഞാനിത് പറഞ്ഞതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വി സതീശൻ മറ്റ് പല നേതാക്കളും ഗ്രൂപ്പ്
എന്ന ഒരു സമവാക്യത്തിൽ റെപ്രസെൻ്റ് ചെയ്യപ്പെടുമ്പോൾ സതീഷിന് അങ്ങനെ വ്യക്തമായ ഒരു ഗ്രൂപ്പിൻ്റെ പ്രതീകമായി വി ഡി സതീശൻ ഇതുവരെ വിലയിരുത്തപ്പെട്ടിട്ടില്ല. ഒരു സതീശൻ ഗ്രൂപ്പില്ല. അത് അദ്ദേഹത്തിന് പ്ലസ് പോയിൻ്റായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞില്ലേ ചുരുക്കം ചില എം എൽ എമാരെ കൂടെയുള്ളൂ എന്ന് പറഞ്ഞാൽ വി ഡി സതീശനെ വിശ്വസിച്ച് നേതാവായി കണ്ട് നിൽക്കുന്ന കുറേ വളരെ കുറച്ച് എം എൽ എമാരുണ്ടെന്നല്ലേ ചില പേരുകളൊക്കെ നമ്മളൊക്കെ ചർച്ചകളിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് ഷിയാസൊക്കെ ആ നിലയിൽ കാണുന്നതല്ലേ. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാനൊക്കെ ആ കൂട്ടത്തിലാണെന്ന് പറയപ്പെടുന്നു. കോവളത്ത് നിന്ന് ജയിച്ച വിൻസെൻ്റ് വി ഡി സതീശൻ്റെ കൂടെയാണ്. മാധ്യമങ്ങളൊക്കെ വരുന്ന പേരുകൾ അങ്ങനെ കണ്ടു. അപ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ പേരുകൂടെ താങ്കൾക്ക് ചേർക്കാൻ കഴിയുമായിരിക്കും. അപ്പോൾ ഗ്രൂപ്പില്ല അല്ലെങ്കിൽ എന്ന് പറയാൻ പറ്റുമോ? ഗ്രൂപ്പില്ലാതെ ഏതാണ്ട് പോലെ നിൽക്കുന്നത് ചെന്നിത്തല കമ്പാരിറ്റീവ്ലി പറഞ്ഞതാണ്. ഇപ്പോൾ ചെന്നിത്തല ഗ്രൂപ്പ് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടിയുടെ സമയത്തും രമേശ് ചെന്നിത്തല വിഭാഗമുണ്ടായിരുന്നു. കെ സി വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയും അദ്ദേഹം ശക്തനാവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി ഒരു വലിയ ഗ്രൂപ്പ് ഫോം ചെയ്തിരുന്നു. അതിന് സമാനമായ ഒരു വലിയ ധ്രുവീകരണം സതീഷിൻ്റെ പേരിൽ ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. അല്ല, അത് പക്ഷേ കെ സിയുടെ ഗ്രൂപ്പ് ശക്തി പ്രാപിച്ചപ്പോൾ ദുർബലമായി പോയതല്ലേ? ഇപ്പോൾ എം എൽ എമാരിൽ തന്നെ ഈ സമീപകാലത്ത്, ഞാൻ പേര് പറയുന്നില്ല, ഒരു എം എൽ എ ഒരുപക്ഷെ കെ സി അനുകൂലമായൊരു നിലപാട് സ്വീകരിച്ചതോടെ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ വി ഡി പക്ഷക്കാർ അദ്ദേഹത്തെ കടന്നാക്രമിച്ചു. കേട്ടതെന്താണെന്ന് വെച്ചാൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൻ്റെയും ഒരു മൂഡ് എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഇക്കാര്യത്തിൽ എടുക്കുന്നതെന്ന് മനസ്സിലാക്കിയുള്ളൊരു ഷിഫ്റ്റാണ്, അല്ലെങ്കിൽ കൂറുമാറിയതാണ്, കെ സി പക്ഷത്തേക്ക് മാറിയതാണ് എന്ന് പറയപ്പെടും. അപ്പോൾ കെ സി പക്ഷത്തേക്ക് എം എൽ എമാർ വന്നത് കോൺഗ്രസിൻ്റെ വിവിധ സംഘടനാ സംവിധാനത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഡി സി സികളിൽ KPCCയിൽ ഒക്കെ വന്നു ചേർന്നതോടുകൂടി സ്വാഭാവികമായി ദുർബലമായി പോയതല്ലേ സതീശൻ്റെ ആ പൊളിറ്റിക്കൽ മൂവ്? അല്ലാതെ സതീശൻ എനിക്കൊരു ഗ്രൂപ്പ് വേണ്ട, എനിക്കൊരു പക്ഷം വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണോ? അതുകൊണ്ടല്ല. വി ഡി സതീശൻ്റെ തുടക്കം നമുക്കറിയാം. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഒരു സ്റ്റേറ്റ് ലീഡറിൻ്റെ ഒരു നിലയിലേക്ക് മാറുന്നത്. അതിനു മുമ്പ് അദ്ദേഹം എന്താണ് സാധാരണ ഒരു MLA ആയിരുന്നു. അല്ലെങ്കിൽ മാത്രമല്ല ഈ ഗ്രൂപ്പിൽ രമേശിൻ്റെ പിന്നിൽ ആ ഗ്രൂപ്പിനെ ചലിപ്പിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അതെ. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനുള്ള ഒരു സാവകാശം അദ്ദേഹത്തിന് കൃത്യമായി കിട്ടിയിരുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.